ലോകസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് CAA അഥവാ സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ട്. പൗരത്വ ഭേദഗതിയെ ഒരു ആയുധമായി ഉപയോഗപ്പെടുത്തുന്നുണ്ട് കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇടതുപക്ഷം. അവർ ഉന്നയിക്കുന്നത് ഇങ്ങനെയാണ്: കോൺഗ്രസ് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടിൽ കൃത്യമായ രീതിയിലുള്ള പ്രതികരണം സഭയിൽ നടത്തിയില്ല. BJP പൗരത്വ ഭേദഗതി ബില്ല് നടപ്പാക്കുന്ന കാര്യം സഭയിൽ ഉന്നയിച്ചപ്പോൾ അതിനെതിരെ നിശബ്ദത പാലിക്കുകയായിരുന്നു കോൺഗ്രസിന്റെ 19 എംപിമാരും. ആകെ ഈ വിഷയത്തിൽ കൃത്യമായ നിലപാട് പറയുകയും പ്രതിരോധിക്കുകയും പ്രതികരിക്കുകയും ചെയ്തിരുന്നത് CPIMന്റെ എംപിയായ ആലപ്പുഴയുടെ എംപിയായ ആരിഫ് മാത്രമാണ് എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. ഒപ്പം ഇത് വലിയ രാഷ്ട്രീയ ആയുധമായി ചർച്ചയായി 20 ലോക്സഭാ മണ്ഡലങ്ങളും നടത്തുന്നുണ്ട് ഇടതുപക്ഷം. എന്നാൽ വിഷയം ഇതൊന്നുമല്ല. കഴിഞ്ഞ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഒരു ആരോപണം ഉന്നയിച്ചു. സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ് ആക്ടുമായി ബന്ധപ്പെട്ടുള്ള പ്രശ്നം സഭയിൽ നടക്കുമ്പോൾ കേരളത്തിൽ നിന്നുള്ള എംപിമാരും കോൺഗ്രസിന്റെ എംപിമാരും AICCയുടെ അധ്യക്ഷനായ മല്ലികാർജ്ജുന ഖാർഗെയുമായി ഭക്ഷണ വിരുന്നിലായിരുന്നു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതിനെതിരായ മറുപടിയാണ് ഇന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ തെളിവുകൾ സഹിതം നൽകിയത്. അദ്ദേഹം പറയുന്നത് ഇപ്രകാരമാണ്: പൗരത്വ ഭേദഗതിയുമായി ബന്ധപ്പെട്ടുള്ള നിയമപരമായ പ്രശ്നങ്ങൾ ആദ്യം ചൂണ്ടിക്കാട്ടിയത് കേരളത്തിന്റെ എംപിയായ തിരുവനന്തപുരത്തിന്റെ എംപിയായ ശശി തരൂരായിരുന്നു. ഈ വിഷയത്തിന് നേതൃത്വം നൽകിയതും ശശി തരൂരായിരുന്നു. ഒപ്പം ലീഗിന്റെ എംപിയായി കേരളത്തിൽ നിന്ന് ലോക്സഭയിലേക്ക് പോയ ET മുഹമ്മദ് ബഷീർ, പൊന്നാനി എംപി ആയിരുന്ന ET മുഹമ്മദ് ബഷീർ, അദ്ദേഹം രൂക്ഷമായ വിമർശനം ഇതിൽ ഉന്നയിച്ചിരുന്നു. ഇതിന്റെ എല്ലാം തെളിവുകൾ സഭാ റെക്കോർഡുകളിൽ ഉണ്ട് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ മാധ്യമങ്ങൾക്ക് മുമ്പിൽ പറയുന്നു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യങ്ങൾ മുഴുവൻ വാസ്തവ വിരുദ്ധമാണ്. മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് നട്ടാൽ കുരുക്കാത്ത നുണയാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ CAA നിയമം പാർലമെന്റ് പാസ്സാക്കുന്ന സമയത്ത് കോൺഗ്രസ് എംപിമാർ കോൺഗ്രസ് പ്രസിഡന്റിന്റെ കൂടെ ഇരുന്ന് വിരുന്ന് കഴിക്കുകയായിരുന്നു. അവര് ഇത് ബില്ല് പാർലമെന്റിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് അവർ മൂലക്കിരിക്കുകയായിരുന്നു എന്നാണ് പറഞ്ഞത്. പാർലമെന്റിൽ അതിശക്തമായിട്ടാണ് കോൺഗ്രസ്, കേരളത്തിലെ എംപിമാരടക്കം CAA നിയമത്തെ എതിർത്തത്. ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങളെല്ലാം ലോകസഭയുടെയും രാജ്യസഭയുടെയും TVയിലുണ്ട്. ഈ ബില്ല് അവതരിപ്പിച്ച സമയത്ത് തന്നെ ഇതിന്റെ നിയമപരമായ തടസ്സവാദങ്ങൾ ഉന്നയിച്ചത് കേരളത്തിൽ നിന്നുള്ള MP ശ്രീ ശശി തരൂരാണ്. ഈ നിയമത്തിന്റെ ചർച്ചാവേളയിൽ പങ്കെടുത്ത് ആ ചർച്ചയെ ലീഡ് ചെയ്തത് കേരളത്തിൽ നിന്നുള്ള എംപിയായ ശ്രീ ശശി തരൂരാണ്. മാത്രമല്ല, കേരളത്തിൽ നിന്നുള്ള മറ്റൊരു എംപിയായ ശ്രീ ET മുഹമ്മദ് ബഷീർ വളരെ ഗൌരവത്തോടുകൂടി ചർച്ചയിൽ പങ്കെടുത്ത ഈ കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ പാർലമെന്റ് അംഗമായിരുന്നു. ഞാൻ ഏതായാലും മുഖ്യമന്ത്രിക്ക് ശശി തരൂരിന്റെ 2 പ്രസംഗത്തിന്റെയും ET മുഹമ്മദ് ബഷീറിന്റെ പ്രസംഗത്തിന്റെയും ലിങ്ക് ഞാൻ മുഖ്യമന്ത്രിക്ക് അയച്ചു തരാം. മുഖ്യമന്ത്രി അത് കണ്ടിട്ടെങ്കിലും താൻ നടത്തിയ പ്രസ്താവന പിൻവലിക്കണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. മാത്രമല്ല, ശ്രീ ശശി തരൂരിന്റെ പ്രസംഗത്തെ ചെയറിലുണ്ടായിരുന്ന മീനാക്ഷി ലേഖി തടസ്സപ്പെടുത്തുകയും അവർ മൈക്ക് ഓഫ് ചെയ്യുകയും ചെയ്തു. വളരെ വിശദമായിട്ടാണ് അദ്ദേഹം ഈ ബില്ല് അവതരിപ്പിച്ച വേളയിൽ ഇത് ഭരണഘടനയുടെ ആർട്ടിക്കിൾ 14 നിയമത്തിന്റെ മുന്നിൽ എല്ലാവരും തുല്യരാണെന്ന 14 ലംഘനമാണെന്നുള്ള നിയമപരമായ തടസ്സവാദം ഉന്നയിച്ചത്. ഇതിന്റെ ചരിത്രവും സിറ്റിസൺഷിപ്പിനെ സംബന്ധിച്ചുള്ള വളരെ അഗാധമായ പഠനം നടത്തിയിട്ടുള്ള പ്രസംഗമാണ് നടത്തിയത്. അന്നത്തെ കോൺഗ്രസ് MP ആയിരുന്ന ശ്രീ കപിൽ സിബൽ നടത്തിയ വളരെ വിശദമായ പ്രസംഗത്തിന്റെയും ലിങ്ക് എല്ലാം ഉണ്ട്. കാര്യങ്ങളെല്ലാം ആയിരിക്കപ്പോ കോൺഗ്രസ് മൂലക്കിരിക്കുകയായിരുന്നു എന്ന്. പിന്നെ ആരാ അവിടെ പ്രസംഗിച്ചത്? ഇവരുടെ 1-2 എംപിമാരാ. അവരാണ് പ്രസംഗിച്ചത്. ഇതിനെ എതിർത്തത് അതിശക്തമായ ചൂടേറിയ വാദപ്രതിവാദങ്ങളാണ് പാർലമെന്റിൽ നടന്നതെന്നാണ് ദേശീയ പത്രങ്ങൾ മുഴുവൻ റിപ്പോർട്ട് ചെയ്തത്. ഇപ്പൊ അദ്ദേഹം പറയുന്നു രാഹുൽ ഗാന്ധി ഇതിനെ എതിർത്തിട്ടില്ല എന്നാണ് പറയുന്നത്. രാഹുൽ ഗാന്ധി ഇത് സംബന്ധിച്ച് പറഞ്ഞ കാര്യങ്ങളെല്ലാം ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഹിന്ദു റിപ്പോർട്ട് ചെയ്തത് കോൺഗ്രസ് വിൽ നോട്ട് ഇംപ്ലിമെന്റ് CAA, രാഹുൽ ഗാന്ധി. ബിസിനസ് സ്റ്റാൻഡേർഡ് റിപ്പോർട്ട് ചെയ്തത് സിറ്റിസൺഷിപ്പ് അമെൻഡ്മെന്റ്
bill passage is attack on constitution. രാഹുൽ ഗാന്ധിയെ പരിഹസിച്ചുകൊണ്ടൊരു BJP MP കേന്ദ്രമന്ത്രിയായിരുന്നയാൾ പറഞ്ഞത് രാഹുൽ ഗാന്ധി ബിഗ്ഗസ്റ്റ് ഫൂൾ ഡസൻ അണ്ടർസ്റ്റാൻഡ് സിറ്റിസൺഷിപ്പ് ആക്ട് എന്നാണ്. അദ്ദേഹത്തെ വലിയ വിഡ്ഢിയാണ്, അദ്ദേഹത്തിന് സിറ്റിസൺഷിപ്പ് ആക്ട് ഇതുവരെ മനസ്സിലായിട്ടില്ല എന്നൊരു BJP MP പരിഹസിക്കുകയും അത് വിവാദമാവുകയും ചെയ്താണ്. ഇതെല്ലാം നടന്നിട്ട് രാഹുൽ ഗാന്ധി CAA കുറിച്ച് സംസാരിച്ചിട്ടില്ല എന്ന് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ലാതെ ലോകത്ത് ആരെങ്കിലും പറയോ? RSSനെതിരായിട്ട് പോരാടുന്ന ആരാ? 12 സംസ്ഥാനങ്ങളിൽ 16 കേസുകളാണ് രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് RSS ഫയൽ ചെയ്തിട്ടുള്ളത്. 16 കേസുകൾ 12 സംസ്ഥാനങ്ങളിൽ. ഏത് CPM കാരനാണ്, ഏത് CPM നേതാവാണ് RSS ആയിട്ട് ഏറ്റുമുട്ടുന്നത്? എനിക്കെതിരായിട്ട് RSS കണ്ണൂരിൽ കേസ് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് മുഖ്യമന്ത്രി വന്ന് മുഖ്യമന്ത്രി സ്ഥാനത്ത് ഇരുന്നുകൊണ്ട് പച്ചക്കള്ളങ്ങൾ അദ്ദേഹം പ്രചരിപ്പിക്കുകയാണ്. ഇവിടെ മാർച്ച് ഈ പുതിയ ഈ ആക്ട് ചട്ടം വന്ന ഉടൻ തന്നെ കോൺഗ്രസിന്റെ പ്രചരണ ചുമതലയുള്ള AICCയുടെ ജനറൽ സെക്രട്ടറി ശ്രീ ജയറാം രമേശ് മാർച്ച് 11, 12 ദിവസങ്ങളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം മുഴുവൻ മാധ്യമങ്ങളും റിപ്പോർട്ട് ചെയ്താണ്. ഇതൊന്നും മുഖ്യമന്ത്രി വായിക്കുന്നില്ലേ? മുഖ്യമന്ത്രിക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ എന്താണ് പറ്റിയതെന്ന് അറിയണം. ഇവരിതൊന്നും അറിയുന്നില്ല. മുഖ്യമന്ത്രിയുടെ ഓഫീസ് അദ്ദേഹം വായിക്കുന്നില്ലെങ്കിൽ ഓഫീസിലുണ്ടെങ്കിൽ ആരെങ്കിലും വായിച്ച് ഇത് കാണിച്ചു കൊടുക്കണ്ടേ? ഇതുപോലത്തെ പച്ചക്കള്ള മുഖ്യമന്ത്രി വന്നിരുന്ന് മാധ്യമപ്രവർത്തകരോട് പറയുമ്പോൾ അതിന് യാതൊരു അടിസ്ഥാനമില്ല എന്നറിയണ്ടേ? പൗരത്വ ഭേദഗതി ബില്ല് ആർട്ടിക്കിൾ 14 ലംഘനമാണ് എന്ന് രാഹുൽ ഗാന്ധി പല ഒരു സഭയിൽ ഉന്നയിക്കുകയും വലിയ പ്രതിഷേധങ്ങൾ ഉയർത്തുകയും ചെയ്തിരുന്നുവെന്നും അദ്ദേഹം പറയുന്നുണ്ട്. കൂടാതെ CAAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ നടത്തിയ സമരങ്ങളിൽ പിൻവലിക്കാമെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി വളരെ ചുരുക്കം കേസുകൾ മാത്രമാണ് പിൻവലിച്ചത്, ബാക്കിയൊന്നും പിൻവലിച്ചിട്ടില്ല. അത് നരേന്ദ്രമോദിയോടുള്ള അടങ്ങാത്ത ഭക്തി കൊണ്ടാണ്, BJPയുമായുള്ള അന്തർധാരയുടെ ഭാഗമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഉന്നയിക്കുന്നു. CAAയുമായി ബന്ധപ്പെട്ടുകൊണ്ട് 835ഓളം കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൽ 573 കേസുകൾക്ക് ചാർജ് ഷീറ്റ് നൽകിയിട്ടുണ്ട് എന്നും മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ സഭയിൽ മറുപടി നൽകിയ വിവരവും പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നു. അതുപോലെ കേസുകളൊന്നും ഇല്ലാതായെന്ന് പറഞ്ഞിരിക്കുന്നത്. CAAക്കെതിരായിട്ട് 2019 എടുത്തത് 835 കേസാണ്. 8/8/2023 ഇപ്പൊ തൊട്ട് മുമ്പ് തന്നിരിക്കുന്ന 5 മാസം മുമ്പ് തന്ന കേസില് മുഖ്യമന്ത്രി പറഞ്ഞിരിക്കുന്നത് ആകെ 63 കേസുകൾ പിൻവലിക്കാൻ വേണ്ടിയിട്ടാണ് NOC കൊടുത്തിട്ടുള്ളത്. മൊത്തത്തിലുള്ളത് 835 കേസുണ്ട്. അത് AP അനിൽകുമാറിന് കൊടുത്ത മറുപടിയാണ് നിയമസഭയിൽ. 573 കേസുകളിൽ ചാർജ് ഷീറ്റ് സമർപ്പിച്ചിട്ടുണ്ടെന്ന് PTA റഹീമിന് തന്നെ മറുപടി കൊടുത്തിരിക്കുകയാണ്, ഇടതുപക്ഷ അംഗത്തിന് തന്നെ. 573 കേസുകളിൽ ചാർജ് ഷീറ്റ്. എന്നിട്ട് മുഖ്യമന്ത്രി പറയാണ് കേസുകളൊക്കെ ഇല്ലാതായാൽ, കേസുകൾ ആവിയായി പോയാ കേസെല്ലാം കൂടി. കുറെ കേസ് ഇല്ലാതായത് ഈ പാവപ്പെട്ടവനെയൊക്കെ ശിക്ഷിച്ചു, ഫൈൻ അടിപ്പിച്ച് ലക്ഷക്കണക്കിന് രൂപയാണ് ഫൈൻ അടിപ്പിച്ചത്. അപ്പൊ 2019 CAAക്കെതിരായിട്ട് കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പിണറായി സർക്കാർ എടുത്തത് 835 കേസാണ്. അതിൽ ആക്രമണ സ്വഭാവമുള്ള 102 കേസ് ഒഴിച്ച് ബാക്കി എല്ലാ കേസും 733 കേസ് പിൻവലിക്കും എന്ന് പറഞ്ഞിട്ട് 69 കേസ് മാത്രം പിൻവലിച്ച് BJPക്ക് കൂട്ടുന്ന ആളാണ് ഈ മുഖ്യമന്ത്രി പിണറായി വിജയൻ. BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് കേസ് പിൻവലിക്കാതിരുന്നത്. ഇപ്പൊ രാഹുൽ ഗാന്ധിക്കെതിരെ പറയുന്നത് എന്തിനാണ്? BJPയെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. രാഹുൽ ഗാന്ധിക്കെതിരായിട്ട് അദ്ദേഹം സംസാരിക്കുകയാണ്. KC വേണുഗോപാലിനെതിരായിട്ട് സംസാരിക്കുക. KC വേണുഗോപാൽ ആലപ്പുഴയിൽ മത്സരിക്കുന്നതിനെതിരെ സംസാരിക്കുക. കാരണം കഴിഞ്ഞ പ്രാവശ്യം ആകെ ഒരു സീറ്റാണ് കിട്ടിയത്, ആലപ്പുഴ CPMന് കിട്ടിയത്. ആ സീറ്റ് കൂടി ഉറപ്പായി പോകുമെന്നും അത് KC വേണുഗോപാൽ വലിയ ഭൂരിപക്ഷത്തിൽ വിജയിക്കും എന്ന് മനസ്സിലായതിനെ തുടർന്നാണ് KC വേണുഗോപാലിനെതിരായിട്ടുള്ള വിമർശനം. ഞങ്ങളുടെ പാർട്ടിയിൽ സ്ഥാനാർത്ഥികൾ ആരൊക്കെ മത്സരിക്കണമെന്ന് ഞങ്ങളല്ലേ തീരുമാനിക്കണം. AKG സെന്ററിലാണ് തീരുമാനിക്കുന്നത്. ഞങ്ങളുടെ പാർട്ടിയല്ലേ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത്. നിങ്ങളുടെ സ്ഥാനാർത്ഥിയെ തീരുമാനിക്കാൻ ഞങ്ങൾ വന്നില്ലല്ലോ അങ്ങോട്ട്. അപ്പൊ ഒന്നും പറയാനില്ല. ഇവിടെ ഒരു ചോദ്യത്തിനും മുഖ്യമന്ത്രി നാടിനെ ബാധിക്കുന്ന ഒരു ചോദ്യത്തിനും മറുപടി പറയില്ല. അതായത് CAAക്ക് എതിരായി കൃത്യമായ രീതിയിൽ പ്രതികരിക്കുന്നത് കോൺഗ്രസ് ആണ്. ഇടതുപക്ഷം BJPക്ക് അനുകൂലമായ നിലപാടാണ് ഇതിൽ സ്വീകരിക്കുന്നത്. ഇതിൽ ഇടതുപക്ഷത്തിന്റെ ഇരട്ടത്താപ്പുണ്ട്. സർക്കാർ എന്തു വന്നാലും പൗരത്വ ഭേദഗതി കേരളത്തിൽ നടപ്പാക്കില്ല എന്ന് പറയുമ്പോൾ അതിന് അദ്ദേഹത്തിന് യാതൊരു അധികാരവും ഇല്ല എന്ന് പറയാതെ പറയുന്നുമുണ്ട് പ്രതിപക്ഷ നേതാവ് VD സതീശൻ. എന്തായാലും രൂക്ഷമായ വിമർശനം തെളിവുകളോടുകൂടി
മാധ്യമങ്ങൾക്ക് മുമ്പിൽ ഉയർത്തിക്കാട്ടിയിരിക്കുകയാണ് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. ഇതിന് മുഖ്യമന്ത്രി എന്താണ് ഇനി മറുപടി നൽകുക എന്നാണ് അറിയേണ്ടത്. എന്തായാലും വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിൽ കാര്യമായ ചർച്ചയ്ക്ക് വിധേയമാകുവാൻ സാധ്യതകൾ ഏറെയുള്ള ഒരു വിഷയം തന്നെയാണ് പൗരത്വ ഭേദഗതി അഥവാ CAA.